ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂഭാരം താങ്ങവയ്യാതെ ഭൂമിദേവി ഗോരൂപം ധരിച്ച് ദേവതകളോടും ഋഷിമാരോടും കൂടെ ചേർന്ന് ബ്രഹ്മാവിനരികെ ചെന്ന് സങ്കടം പറയുന്നു. ആ ദേവസംഘത്തോട് ചേർന്ന് ബ്രഹ്മാവും കൂടെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ സകല വേദാന്ത സാരമെന്ന് പറയാവുന്ന ഭാഷ വിനിയോഗിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. ഭൂമിക്കുണ്ടായ ദുരിതങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ആദിനാരായണൻ പ്രത്യക്ഷനായി ഭൂഭാരം തീർക്കാൻ രാവണാദികളായ ദുഷ്ടരാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ താൻ അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അനന്തരം ബ്രഹ്മദേവൻ ദേവന്മാരോടും ഋഷിമാരോടും ഭൂമിദേവിയോടുമൊക്കെ ആ വിവരം പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. സാക്ഷാൽ മഹാവിഷ്ണു മനുഷ്യനായി അവതരിക്കും. ആ സമയത്ത് അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ വരുന്ന സമയത്ത് എല്ലാ ദേവഗണങ്ങളും ആ രാമകാര്യാർത്ഥമായിട്ട് വിവിധ വാനര രൂപങ്ങളിലും മറ്റുമായി ഭൂമിയിൽ ജനിക്കണം. സാക്ഷാൽ ലക്ഷ്മി ഭഗവതി സീതയായി വന്നു ചേരും. എല്ലാ ദേവന്മാരും ദേവകാര്യത്തിനായിക്കൊണ്ട് വാനര രൂപം ഗ്രഹിക്കണമെന്ന് ബ്രഹ്മദേവൻ പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ആശയം, ഈ പ്രപഞ്ചത്തിൽ സമഷ്ടിയിലായാലും വ്യഷ്ടിയിലായാലും, വ്യഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മിൽ ഓരോരുത്തരിലും, സമഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ രണ്ട് വിധ ശക്തികൾ എപ്പോഴും ഉണ്ട്. ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും. നമുക്കത് തിരിച്ചറിയാം. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മൾ പുറപ്പെടുകയാണെന്ന് വിചാരിച്ചോളൂ. അതിലേക്ക് ആകർഷിക്കുന്നൊരു ശക്തിയും അതിൽ നിന്ന് തടയുന്നൊരു ശക്തിയും നമ്മുടെ ഉള്ളിലില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും അരുതെന്നറിയാവുന്ന ഒരകാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെടുക എന്ന് വിചാരിച്ചോളൂ. അതിലേക്ക് ആകർഷിക്കുന്നൊരു ശക്തിയും അതിൽ നിന്ന് തടയുന്നൊരു ശക്തിയും നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ട്. ഇതെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. ഒന്ന് മാറി നിന്ന് തൻ്റെ തന്നെ മനസ്സിനെ വിലയിരുത്തിയാൽ മതി. ഇതിൽ നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും ദൈവീ സമ്പത്താണ്. തിന്മയിൽ നിന്ന് തടയുന്നത്, തിന്മയിലേക്ക് നയിക്കുന്നത്, നന്മയിൽ നിന്ന് തടയുന്നത് ആസുരീ സമ്പത്താണ്. ഈ രണ്ട് ശക്തികൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ ഈ സമഷ്ടിയിലുമുണ്ട്. ഇവ തമ്മിലൊരു സന്തുലിത ഭാവമുണ്ട്. ഈ സന്തുലിത ഭാവം തകരാറാകുമ്പോൾ പ്രപഞ്ച വ്യവസ്ഥ താറുമാറാകും. ആസുരിക ശക്തി വർദ്ധിക്കുന്ന സമയത്ത് വ്യക്തിജീവിതം നശിക്കും,
സമാജത്തിൽ അസുരന്മാരുടെ ആസുരിക ശക്തിയുടെ വർധനവുണ്ടാവുമ്പോൾ സമാജത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും. ഇതാണ് ഭൂമിക്ക് ഭാരം വരിക എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാണ്ട് ഭൂമിക്ക് ഭാരം കൂടുകയോ കുറയുകയോ രണ്ടുമില്ല. ആസുരിക ശക്തിയുടെ വർധനവ് അതനുവദിച്ചാൽ തീർച്ചയായിട്ടും അത് നാശമായിരിക്കും ചെയ്യുക. ഇവിടെയാണ് ഭൂമി ഗോരൂപം ധരിക്കുന്നതായി പറഞ്ഞിട്ടുള്ളത്. ഗോവ് പശുവാണ്, ഗോവ് വേദമാണ്, ഗോവ് തിരിച്ചറിവാണ്. ഈ ഗോരൂപത്തെ ധരിച്ച് ഭൂമിദേവി ബ്രഹ്മാദി ദേവന്മാരുടെ അരികിൽ പോയി സങ്കടം പറയുന്നു. അവിടെയാണ് ധർമ്മ സംസ്ഥാപനം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ അവതരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ, രാമായണ സന്ദർഭത്തിൽ, വരപ്രാപ്തി കൊണ്ട് അഹങ്കാരിയായും സർവപ്രപഞ്ച വ്യവസ്ഥയെ താറുമാറാക്കുന്നവനായും തീർന്ന രാവണൻ, അന്യായമായി എല്ലാം തനിക്ക് അധീനമാക്കുന്ന രാവണൻ, മറ്റ് വ്യക്തിത്വങ്ങളിലേക്ക് കടന്നു കയറുന്ന രാവണൻ, അതാണല്ലോ ബലാത്സംഗ പരമ്പരകൾ ചെയ്തവനാണ് രാവണൻ എന്നത് സൂചിപ്പിക്കുന്നത്. തൻ്റെ കാമത്തിന് വേണ്ടി ധർമ്മത്തെ ഉല്ലംഘിക്കുന്ന രാവണൻ. ആ രാവണനെ കൊണ്ട് ഭൂഭാരം വർദ്ധിക്കുന്നു. അതുപോലെ സമാനന്മാരായ രാക്ഷസന്മാരുടെ ചെയ്തികളെ കൊണ്ട്. ഇതെന്നോ കഴിഞ്ഞു പോയൊരു സംഭവമല്ല. ഇത് രാമാവതാരത്തോട് മാത്രം ബന്ധപ്പെട്ട് ത്രേതായുഗത്തിൽ നടന്ന സംഭവമല്ല. ഇത് ചരിത്രത്തിൽ ആവർത്തിക്കുന്നതാണ്. ഇത് ചരിത്രത്തിൽ ആവർത്തിക്കുന്നതാണ്. എനിക്ക് എൻ്റെ എന്ന് മാത്രം ചിന്തിക്കുകയും അത് ഈ പ്രപഞ്ചത്തിന് എത്ര നാശം ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ആസുരിക ശക്തികൾ. അങ്ങനെയുള്ളവരുടെ ചെയ്തികളെ കൊണ്ട് പ്രപഞ്ചത്താളം ഭംഗത്തെ നേരിടുമ്പോൾ അപ്പോഴാണ് അവതാരം വരുന്നത്. അതിനോ സമഷ്ടിയുടെ ഇച്ഛാശക്തിയാണ് പ്രേരകമാകുന്നത്. അതാണ് സകല ദേവന്മാരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു, ഭൂമിദേവി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ താത്പര്യം. ആ ഇച്ഛാശക്തിയിൽ നിന്ന് സ്വാഭാവികമായി ശക്തിയുടെ പ്രകടനം സംഭവിക്കുന്നു. എന്തിന്? ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട്. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അയോധ്യാപുരിയിൽ സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കും. അങ്ങനെ അവതരിക്കുന്ന സമയത്തോ സർവശക്തിമാനാണ്, സർവജ്ഞനാണ്. എങ്കിൽ പോലും ഏത് രൂപഭാവത്തെ എടുത്തു വന്നോ അതിനനുസരിച്ചാണ് വ്യവഹാരം. അതുകൊണ്ട് സകല ദേവന്മാരും രാമസഹായത്തിനായിക്കൊണ്ട് വാനര രൂപത്തിൽ വരണം, അല്ലെങ്കിൽ വൃക്ഷരൂപത്തിൽ വരണം. എന്തിന്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒത്തുചേർന്ന്, നമ്മൾ ഒന്നായി ചേർന്ന് ഐക്യത്തെ വളർത്തിയെടുക്കുന്നതിലൂടെയാണ് ധർമ്മ സംസ്ഥാപനം നിർവഹിക്കേണ്ടത്. അവിടെ ഒരു മഹാശക്തിയുണ്ട്. ആ മഹാശക്തിയോട് ചേർന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവണം. ആ ഒത്തുചേർച്ച ഉണ്ടാവുമ്പോഴാണ് ധർമ്മ സംസ്ഥാപനം സാധിക്കുക എന്നുള്ളൊരു സന്ദേശം ഈ ഭാഗത്ത് നൽകപ്പെടുകയാണ്. അങ്ങനെ മഹാവിഷ്ണുവും സർവ്വദേവന്മാരും ഒത്തൊരുമിച്ച് വരും ശ്രീരാമനായിട്ട്, രാമകാര്യത്തിനായിക്കൊണ്ട്. ഈ ഒരു സമാശ്വാസം നൽകുന്ന വാക്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ആനുകാലികമായി ഒട്ടനവധി മനസ്സിലാക്കാൻ ഈ ഭാഗത്തുണ്ടെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമസ്കാരം.